ഹലോ മൈ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക്. ഇപ്പോൾ ട്രെൻഡിങ്ങിലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ബൺ മസ്ക. ഹൃദയപൂർവ്വം സിനിമയ്ക്ക് ശേഷം നമ്മൾ മലയാളികളുടെ ഇടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ. എങ്ങനെ ഉണ്ടാക്കലേ നോക്കാം. ബേസിക്കലി ബണ്ണാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്, അതും എയർ ഫ്രയറിൽ എങ്ങനെ ബേക്ക് ചെയ്യുന്നതെന്ന് കേട്ടോ. മൈദ, പഞ്ചസാര, പിന്നെ ഈസ്റ്റ്, ഒരു തുള്ളി ഉപ്പ്, ഇവയെല്ലാം ആവശ്യത്തിനെടുത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ശേഷം ഇതിലേക്ക് വേണ്ട ചേരുവകൾ: ബട്ടർ, പാൽപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാലായാലും ചേർത്താൽ മതി. അത് പിന്നെ പാലുണ്ടായാലും, അതുകൊണ്ടാണ് ഞാൻ പൊടി ചേർത്തിട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഒരു ഡോണട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു കൺസിസ്റ്റൻസി, ഒരുപാട് ടൈറ്റ് വേണ്ട, ഇച്ചിരി സോഫ്റ്റ് ആയിട്ട്. മേലെ കുറച്ച് എണ്ണ ഒഴിച്ച് അല്ലെങ്കിൽ ബട്ടർ തേച്ചിട്ട് നമുക്കിത് പ്രൂഫിങ്ങിന് വെക്കാം. പ്രൂഫിങ് എന്ന് വെച്ചാൽ ഈ മാവ് ഇരട്ടിയാവും, അതാണ് പ്രൂഫിങ്. എനിക്കൊരു മണിക്കൂർ എടുത്തിട്ടോ. ഇതിപ്പോൾ ബൗള് വലുതായത് കൊണ്ട് അതങ്ങനെ കാണാത്ത, പക്ഷെ നന്നായിട്ട് പ്രൂഫ് ആയിട്ടുണ്ട്, കണ്ടോ. ഇതാണ് പ്രൂഫിങ്. നന്നായി കുഴച്ച് ഒന്നും കൂടി നമുക്ക് ബണ്ണുണ്ടാക്കുന്ന ആ ഒരു അളവ് അതിലേക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കട്ട് ചെയ്ത് ഉരുട്ടിയതിന് ശേഷം ഒന്നും കൂടി ഇത് പ്രൂഫിങ്ങിന് വെക്കണം. അത് ഇരട്ടിയാവണം. അതൊരു 45 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ടൈം കൺസംഷൻ ആണ്, പക്ഷെ നമുക്കത് നല്ല രീതിയിൽ വീട്ടിൽ തന്നെ എയർ ഫ്രയറിൽ ഉണ്ടാക്കാവുന്നതാണ്. കണ്ടോ, ഉരുട്ടിയതിന് ശേഷം ഇവിടെ എയർ ഫ്രയറിൽ ബട്ടർ തടവി. ഇപ്പോൾ എയർ ഫ്രയർ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വെച്ചതിന് ശേഷം ഒന്നും കൂടി ഇത് ഇരട്ടിയാവും, ഡബിൾ ആവും. ഈ സൈസ് ഒന്നും കൂടി ഡബിൾ ആവും. 45 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ട ഡബിൾ ആയിട്ടുണ്ട്. എന്നിട്ടാണ് എഗ് വാഷ് കൊടുക്കണേ. എന്നിട്ട് നമുക്കിത് 180 അല്ലെങ്കിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ 25 മിനിറ്റ്സ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. 160 അല്ലെങ്കിൽ 180 ആയാലും കുഴപ്പമില്ല. ഞാൻ 15 വെച്ചിട്ട് പിന്നെ ഇടയ്ക്ക് നമുക്ക് തുറന്ന് നോക്കാണ്ടോ, പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. പുതിയതായിട്ട് ഇത് യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ കുറച്ച് ഡെക്കറേഷന് എള്ള് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. മൊത്തം 25 മിനിറ്റ്സ് ആണ് എനിക്ക് എടുത്തേക്കുന്നത് ഇത് ബേക്ക് ചെയ്യാനായിട്ട്. നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണ് നമുക്ക് കിട്ടും കേട്ടോ. കിഡ്ലോസ്കിയാണ്. ഹെൽത്തി എന്ന് ഞാൻ പറയില്ല, മൈദ ആയതുകൊണ്ട്, പക്ഷെ ട്രൈ ചെയ്യാം. പിന്നെ മസ്ക, അതിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിനാണ് മസ്ക. വെണ്ണ, പഞ്ചസാര പൊടിച്ചത്. ചില ആൾക്കാർ ഇതിൽ വിപ്പിംഗ് ക്രീം ചേർക്കും, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചേർക്കാം കേട്ടോ. ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് ഞാൻ മസ്ക എന്ന് പറയാം. റെഡിയായി. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണ് നമുക്ക് കിട്ടിയിട്ടില്ലേ വീട്ടിൽ തന്നെ. ഓക്കെ, ഇത് നടുക്ക് ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ മസ്ക, അതായത് ഈ വെണ്ണയും പഞ്ചസാരയുടെ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇത് തടവി ഇതൊരു മസാല ചായ ഉണ്ട് കേട്ടോ. മസാല ചായയുടെ റെസിപ്പി വേണമെങ്കിൽ പറയണേ. ഇതിൻ്റെ കൂടെ ഡിപ്പായിട്ട് കഴിച്ചാലുണ്ടല്ലോ സ്വർഗ്ഗമാണ് മക്കളെ. ഒരുപാട് ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇങ്ങനത്തെ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആർ വെയിറ്റിംഗ് ഫോർ യു ഓൾ. സ്റ്റേ ട്യൂൺ. ലവ് യു ഓൾ. ബൈ.